ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടൂറിനെ കുറിച്ചാണ്. ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടൂർ എന്ന് പറയുമ്പോൾ ടൂർ മാത്രമല്ല, കുറച്ച് വിശേഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂർ എന്ന് പറയുമ്പോൾ അതിൽ ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ 2 ദിവസത്തെ ടൂറാണ് ഉദ്ദേശിക്കുന്നത്. 2 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് നാളെ വൈകുന്നേരം, അതായത് ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ റിട്ടേൺ വരും. അപ്പോൾ ടൂർ പോകുന്നത് ഉടുപ്പി എന്ന സ്ഥലത്തേക്കാണ്. ഉടുപ്പി, കർണാടകയിലെ ഉടുപ്പി എന്ന ഡിസ്ട്രിക്റ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉണ്ട്. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ തന്നെ വന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് അത് ടൂറ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ച് പേർക്ക് സൺഡേ, ഒരു 3-4 പേർക്ക് ഞങ്ങൾ സൺഡേ കൊടുക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൺഡേ എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രാഞ്ചിൽ തന്നെ വർക്ക് ചെയ്തിട്ട് പ്രൊമോഷനായിട്ട് വേറെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ കുറച്ച് പേര് എന്താ പറയുന്നത്, കുറച്ച് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് വേറെ കമ്പനിയിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു സെൻഡ് ഓഫ് എന്താ പറയുക, നമ്മൾ ഇത്ര കൊല്ലമായിട്ട് ഒന്നിച്ച് 2-3 കൊല്ലമായിട്ട് നമ്മൾ ഒന്നിച്ചുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അവരെ ഒന്ന് എന്താ പറയുന്നത്, നമ്മളെ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്കൊന്ന് നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റോ നമ്മുടെ ആ രീതിയിൽ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ടൂറിൻ്റെ ജേർണിയിൽ നിങ്ങളോട് പറഞ്ഞുതരാം. അതേപോലെ ആ വിശേഷം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ. ഫൈനലി സമയം ഇപ്പോൾ 6-7 മണിയായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉടുപ്പിയിലുള്ള സായി ബീച്ച് റിസോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ ബീച്ചിൻ്റെ സൈഡിലാണ് പ്രോപ്പർട്ടി വരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ്: സായി ബീച്ച് റിസോർട്ട് നിയർ മൽപ്പെ ബീച്ച്, അങ്ങനെ എന്ത് വരുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. രീതിയിലായിട്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല, കാരണം ഒരുപാട് നമുക്ക് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു പുതിയ മോർണിംഗ് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉടുപ്പിയിലെ സായി റിസോർട്ടിലാണ്. ആ പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റും. ബാക്കിൽ സൂപ്പർ റിസോർട്ടാണ്. AC റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോർമെറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം 8 മണി. ഇപ്പോൾ അവരുടെ ബ്യൂട്ടിഫുള്ളായ വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാൻ ബാക്കിൽ ഫ്രണ്ടിൽ റിസോർട്ടാണ്, ബാക്കിൽ ബീച്ച് സമയത്താണ്. സൂപ്പറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ഉടുപ്പിക്ക് അപ്പോൾ നമ്മൾ പോകുന്നിടക്ക് സെന്റ് മേരീസിലേക്കാണ് പോകുന്നത്. അവിടെ കുറെ കാഴ്ച കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഒരു ബോട്ടിലാണുള്ളത് അല്ലേ. ഒരു 1/2 മണിക്കൂറിന്റെ യാത്ര ഉണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇടയ്ക്ക് സെന്റ് മേരീസിലേക്ക് പോയി ഒരു 350 രൂപന്റെ ഒരാൾക്ക് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഒരു 1/2 മണിക്കൂറിന്റെ യാത്രയിൽ ബാക്കി വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്.
അപ്പോൾ ഗൈസ് നമുക്കൊരു അരമണിക്കൂറിൻ്റെ യാത്രയാണ് ഇവിടുന്ന് അടുക്കുള്ളത്. അപ്പോൾ പിന്നെ ലൊക്കേഷൻ നേരെ കാണിച്ചത്, അതായത് സെൻറ്റ് മേരീസ് ഐലൻഡ് എവിടെയാണ്, അതായത് ആൾമോസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ യാത്ര. അപ്പോൾ ആ ഐലൻഡ് ഞാൻ എവിടെയുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറയിൽ കാണിച്ചത്. ഓക്കെ ഓക്കെ അല്ലേ. ഐലാൻഡ് ഇതാണ്, കുറച്ച് പോകാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് ലക്ഷദ്വീപ് എത്തി. അപ്പോൾ ഇവിടുന്ന് വേറൊരു വണ്ടി, വേറൊരു ബോട്ടിനായിട്ട് പോകേണ്ടത്, ചെറിയ ബോട്ടിൽ ലക്ഷദ്വീപ് എത്തി. കുറച്ചേരുള്ളേ ലക്ഷദ്വീപിലേക്ക്, കുറച്ചേരും. ലക്ഷദ്വീപല്ല, സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കാണ്. ഇന്ന് കുറച്ച് വേറൊരു വണ്ടി വാങ്ങിയത്, വേറൊരു ബോട്ട് വന്നിട്ടുണ്ട്, അതിൽ കയറിയിട്ടാണ് പോലെ. ഇത് കറക്റ്റ് അടുപ്പിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഫൈനലി നമ്മളിപ്പോൾ സെൻറ്റ് മേരീസ് ഐലാൻഡിലാണ്. ഉടുപ്പിയിലെ മൽപ്പെ ഭാഗത്താണ്, കർണാടകയിലെ ഉടുപ്പിയിലെ മൽപ്പെ ഭാഗത്താണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളും ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇഷ്ടംപോലെ ടൂറിസ്റ്റാണ് ഇവിടെ കാണാൻ പറ്റുക. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പിന്നെ ഈ ദ്വീപിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള കല്ലുകളാണ്, അതായത് കല്ലിൻ്റെ ഫോർമേഷനാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പണ്ട്, അതായത് മില്യൺസ് ഇയർസിന് മുന്നേ അഗ്നിപർവ്വതം പൊട്ടിയിട്ട്, പർവ്വതം പൊട്ടിയിട്ട് അതിൻ്റെ ഇറപ്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായ ഡെപ്പോസിറ്റിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ അതിലാണ് ഉണ്ടായത് ഈ ദ്വീപം. അപ്പോൾ ആ ദ്വീപിൽ ഉണ്ടായ ഫോർമേഷനും കാര്യങ്ങളൊക്കെ, അതായത് കാണാനൊരു ഭംഗിയുണ്ട് കല്ലിന്. അതായത് ഒരു ഇൻ്റർലോക്കിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കല്ലുകൾ കാണാൻ പറ്റുക. നല്ല സ്ട്രോങ് ആയ കല്ലുകളാണ്. അപ്പോൾ അത് ഇവിടെ ഫുള്ള്, ഈ ദ്വീപ് ഫുള്ള് ആ രീതിയിലുള്ള ഫോർമേഷനാണ് കാണാൻ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് കാണാം. ഈ സ്ഥലം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടുപ്പി ജില്ലയിലെ പിന്നെ മൽപ്പെ എന്ന ഭാഗത്താണ്. മൽപ്പയിൽ നമുക്ക് ഷിപ്പ് യാർഡിൽ ഒരു ആൾമോസ്റ്റ് ഒരു ½ an hourൻ്റെ ഒരു ജേർണി ഉണ്ട് ഷിപ്പിൽ, ബോട്ടിൽ. അതിൽ വന്നിട്ട് നമുക്കിവിടെ ഇറങ്ങിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല സൂപ്പറായ ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് കാണാം. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇതാ ക്യാമറമാൻ റാമസ് പിഎമ്മിനൊക്കെ പ്രസന്ന രഘുവംശം, ഡൽഹി. ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ബ്ലോഗിൻ്റെ ലാസ്റ്റത്തെ ഇതാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുള്ളതിപ്പോൾ ലൈറ്റ് ഹൗസ് അല്ലേ, ലൈറ്റ് ഹൗസ് എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് കാണാം. നമ്മുടെ മൊത്തം ടീമിനെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ബിരിയാണിയുടെ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോയിലായിട്ട്, പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you.